പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഇന്നത്തെ ക്ലാസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. ചോദ്യപേപ്പർ 2025 നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പേപ്പറിന്റെ ഒന്നാമത്തെ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം നടന്ന തീയതി 27/9/2025 27/9/2025. ഒന്നാമത്തെ ചോദ്യം, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇതൊരു ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം നമുക്ക് നോക്കാം. ലിസ്റ്റ് 1ല് നിയമങ്ങളുടെ ആത്മാവ്, കാൻഡൈഡ്, എൻസൈക്ലോപീഡിയ, സാമൂഹിക കരാർ, ആദ്യ തത്വചിന്തയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ, ജനസംഖ്യാ തത്വങ്ങളെ കുറിച്ചുള്ള ഒരു ഉപന്യാസം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ലിസ്റ്റ് 2ല് വോൾട്ടയർ, ജീൻ ജാക്കസ് റൂസോ, റെനെ ഡെസ്കാർട്ടസ്, ഡെനിസ് ഡിഡേറോട്ട്, മാൽത്തസ്, മൊണ്ടേസ്ക്യൂ എന്നിവരാണ് ലിസ്റ്റ് 2ൽ നൽകിയിരിക്കുന്നത്. ഇത് മാച്ച് ചെയ്യുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, എ എന്ന് പറയുന്നത് നിയമങ്ങളുടെ ആത്മാവ്. നിയമങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്നത് ആരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? മൊണ്ടേസ്ക്യൂവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിയമങ്ങളുടെ ആത്മാവ്. 2, കാൻഡൈഡ് എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വോൾട്ടയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാൻഡൈഡ്. പിന്നെ മൂന്നാമത്തത് സി എന്ന് പറയുന്നത് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെനിസ് ഡിഡേറോട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻസൈക്ലോപീഡിയ. ഓക്കെ അല്ലേ? അടുത്തത് ഡി എന്ന് പറയുന്നത് സാമൂഹിക കരാറാണ്. സാമൂഹിക കരാർ എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റൂസോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സാമൂഹിക കരാറ്. പിന്നെ അടുത്തത് ആരാണ്? ആദ്യ തത്വചിന്തയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ എന്ന് പറയുന്നത് റെനെ ഡെസ്കാർട്ടസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആദ്യ തത്വചിന്തയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ എന്ന് പറയുന്നത്. അവസാനത്തേത് ആരാണ്? ജനസംഖ്യാ തത്വങ്ങളെ കുറിച്ചുള്ള ഒരു ഉപന്യാസം എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മാൽത്തസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് യോജിക്കുന്നത് ഏത് ഉത്തരമാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമത്തിൽ ക്രമീകരിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കാലക്രമത്തിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഉത്തരങ്ങൾ: ബോസ്റ്റൺ ഹാർബറിൽ ബ്രിട്ടീഷ് പാർലമെന്റ് തേയിലയ്ക്ക് ചുമത്തിയ നികുതിക്കെതിരെ തദ്ദേശീയരായ അമേരിക്കക്കാർ 342 പെട്ടി തേയില കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു എന്ന് പറയുന്നു. 2, ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റുകാർ ഉൾപ്പെടെ എല്ലാ മതവിഭാഗങ്ങൾക്കും സഹിഷ്ണുതാ നിയമം മതസ്വാതന്ത്ര്യം നൽകി. 3, ജോൺ ലോക്കിന്റെയും മൊണ്ടേസ്ക്യൂവിന്റെയും വിവിധ ജ്ഞാനോദയ ആശയങ്ങളെയും രാഷ്ട്രീയ തത്വചിന്തയെയും അടിസ്ഥാനമാക്കിയാണ് മനുഷ്യന്റെയും പൗരന്റെയും അവകാശ പ്രഖ്യാപനം തയ്യാറാക്കിയത് എന്ന് പറയുന്നു. 4, തേർഡ് എസ്റ്റേറ്റും ചില അനുകമ്പയുള്ള പുരോഹിതന്മാരും ചേർന്ന് രൂപീകരിച്ച ദേശീയ അസംബ്ലി ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടിൽ യോഗം ചേർന്നു ഒരു ഭരണഘടന എഴുതാൻ ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ഇതിന്റെ കാലക്രമത്തിൽ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ക്രമീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഏതാണ്? ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റുകാർ ഉൾപ്പെടെ എല്ലാ മതവിഭാഗങ്ങൾക്കും സഹിഷ്ണുതാ നിയമം മതസ്വാതന്ത്ര്യം നൽകി എന്നുള്ളത് ഒന്നാമത് പറയുന്നു. രണ്ടാമത് പറയുന്നത് ഏതാണ്? രണ്ടാമത് പറയുന്നത് ബോസ്റ്റൺ ഹാർബറിൽ ബ്രിട്ടീഷ് പാർലമെന്റ് തേയിലയ്ക്ക് ചുമത്തിയ നികുതിക്കെതിരെ തദ്ദേശീയരായ അമേരിക്കക്കാർ 342 പെട്ടി തേയില കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു എന്ന് പറയുന്നു. അടുത്തത് വരുന്നത് ഡി ആണ്. മൂന്നാമത് വരുന്നത് ഡി ആണ്. എന്താണ്? തേർഡ് എസ്റ്റേറ്റും ചില അനുകമ്പയുള്ള പുരോഹിതന്മാരും ചേർന്ന് രൂപീകരിച്ച ദേശീയ അസംബ്ലി ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടിൽ യോഗം ചേർന്നു ഒരു ഭരണഘടന എഴുതാൻ ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. നാലാമത് വരുന്നത് ഓപ്ഷൻ സി ആണ്. നാലാമത് വരുന്നത് എന്താണ്? ജോൺ ലോക്കിന്റെയും മൊണ്ടേസ്ക്യൂവിന്റെയും വിവിധ ജ്ഞാനോദയ ആശയങ്ങളെയും രാഷ്ട്രീയ തത്വചിന്തയെയും അടിസ്ഥാനമാക്കിയാണ് മനുഷ്യന്റെയും പൗരന്റെയും അവകാശ പ്രഖ്യാപനം തയ്യാറാക്കിയത്. അപ്പോൾ ബി ഒന്നാമത് വരണം, രണ്ടാമത് എ രണ്ടാമത് വരണം, മൂന്നാമത് ഡി വരണം, നാലാമത് സി വരണം. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. BADC ആണ് കാലഗണന ക്രമം അനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ വരുന്നത്. അടുത്ത ചോദ്യം,
മൂന്നാമത്തെ ചോദ്യമാണ് എന്താണ് 1857 കലാപത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക, അവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ യുവ ശിപായി മംഗൾ പാണ്ഡെ തന്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നു. അതെന്താണ്? ശരിയാണല്ലോ. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. ഓക്കെ അല്ലെ? ശരി ഉത്തരം കണ്ടുപിടിക്കാനാണ് ശരി ഉത്തരം. അടുത്തത്, ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർ ഷാ മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? ജനറൽ ഹ്യൂഗ് റോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയെ പരാജയപ്പെടുത്തി. ഇതാ കലാപകാരികളിൽ ഏക പുരുഷനായിരുന്ന സ്ത്രീ ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അപ്പോൾ അത് ശരിയാണെന്ന് നമുക്കറിയാം. നാലാമത്തെ പോയിന്റ് എന്താ? 1857 കലാപം ദക്ഷിണേന്ത്യ ഉൾപ്പെടെ മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയെയും ബാധിച്ചു എന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉമാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ശരി ഉത്തരം 1ഉം 3ഉം വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നാലാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന 2 പ്രസ്താവനകൾ, ഒന്ന് വാദമെന്നും മറ്റൊന്ന് കാരണമെന്നും ലേബൽ ചെയ്തിരിക്കുന്നു. ഓക്കെ അല്ലെ? വാദം എന്ന് പറയുന്നത് 1930 ഏപ്രിൽ 6 ഗാന്ധിജി ദണ്ഡിയിലെ ഉപ്പ് നിയമങ്ങൾ നിർവചിച്ചു എന്ന് പറയുന്നു. കാരണം പറയുന്നത് ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിരുന്നു എന്ന് പറയുന്നു. മുകളിൽ പറഞ്ഞ 2 പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കറിയാം എന്താണ് എ എന്ന് പറയുന്നത് 1930 ഏപ്രിൽ 6 ഗാന്ധിജി ദണ്ഡിയിലെ ഉപ്പ് നിയമങ്ങൾ നിർവചിച്ചു എന്ന് പറയുന്നത് എന്താണ്? നിർവചിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അത് ശരിയാണ് അല്ലെ? പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിരുന്നു എന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ് അല്ലെ? അപ്പൊ എ ശരിയും 6 എന്ന് പറയുന്നത് എന്താണ്? തെറ്റുമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി പൊരുത്തപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇതും ഒരു ചേരുംപടി ചേർക്കാനുള്ള ഒരു ചോദ്യമാണ്. ചേരുംപടി ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉമായിട്ട് എന്ത് ചെയ്യണം? ചേരുംപടി ചേർക്കണം. ലിസ്റ്റ് 1ൽ 1916 സുരക്ഷാ വാൽവ് സിദ്ധാന്തം കോൺഗ്രസ് പാർട്ടിയെ വിമർശിച്ചു എന്ന് പറയുന്നു. 2 സ്വദേശ് ബന്ധവ് സമിതി, 3 കർമ്മഭൂമി, 4 ദേവി ചൗധുരാനി, 5 ഇന്ത്യയിലെ ദാരിദ്ര്യവും ബ്രിട്ടീഷ് ഭരണവും എന്ന് പറഞ്ഞിരിക്കുന്നു. ലിസ്റ്റ് 2ൽ പ്രേംചന്ദ്, ലാലാ ലജ്പത് റായ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദാദാഭായ് നവറോജി, അശ്വിനി കുമാർ ദത്ത് എന്നിവരാണ് ലിസ്റ്റ് 2ൽ നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലിസ്റ്റ് 1ലെ 1916 സുരക്ഷാ വാൽവ് സിദ്ധാന്തം 1916 സുരക്ഷാ വാൽവ് സിദ്ധാന്തം കോൺഗ്രസ് പാർട്ടിയെ വിമർശിച്ചു എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലാലാ ലജ്പത് റായിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1916 സുരക്ഷാ വാൽവ് സിദ്ധാന്തം കോൺഗ്രസ് പാർട്ടിയെ വിമർശിച്ചു എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അടുത്തത് ഏതാണ്? അടുത്തത് സ്വദേശ് ബന്ധവ് സമിതി. സ്വദേശ് ബന്ധവ് സമിതി എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അശ്വിനി കുമാർ ദത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്വദേശ് ബന്ധവ് സമിതി എന്ന് പറയുന്നത്. അടുത്തത് കർമ്മഭൂമി. കർമ്മഭൂമി എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രേംചന്ദുമായിട്ട് ബന്ധപ്പെട്ടതാണ് കർമ്മഭൂമി. പ്രേംചന്ദുമായിട്ട് ബന്ധപ്പെട്ടതാണ് കർമ്മഭൂമി. അടുത്തത് ദേവി ചൗധുരാനി. ദേവി ചൗധുരാനി എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദേവി ചൗധുരാനി എന്ന് പറയുന്നത്. അവസാനത്തത് ആരാണ്? ഇന്ത്യയിലെ ദാരിദ്ര്യവും ബ്രിട്ടീഷ് ഭരണവും എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ 4 ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ ദാരിദ്ര്യവും ബ്രിട്ടീഷ് പാർലമെന്റ് ബ്രിട്ടീഷ് ഭരണവും എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി. അപ്പോൾ ഇതെല്ലാം മാച്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ആറാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എന്താണ് കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. ശരിയുള്ളത് കണ്ടെത്തുക. മലബാർ തീരത്ത് എത്തി മാഹിയിൽ സ്ഥിരതാമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ എന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ്.
ഡച്ചുകാർ സമാഹരിച്ച് ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാന കോശമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതെന്താണ്? ശരിയാണ്. ഓക്കെ. മൂന്നാമത്, വാസ്കോ ഡ ഗാമ 3 കപ്പലുകളുമായി ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി 1498 കോഴിക്കോട് എത്തി എന്ന് പറയുന്നു. ശരിയാണല്ലോ? അതെ. നാലാമത്, മലബാറിലെ രാജാക്കന്മാർക്കെതിരെ പോരാടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കപ്പലായിരുന്നു കാർത്തസ് എന്ന് പറയുന്നത്. ആണോ? കാർത്തസ് എന്ന് പറയുന്ന ഒരു കടൽ കടക്കുന്നതിന് വേണ്ടിയിട്ട് നികുതി ആയിരുന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ശരിയായിട്ടുള്ളത് എന്താണ്? 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. 2ഉം 3ഉം ശരിയായിട്ട് വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 7. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി പൊരുത്തപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തിരിക്കുക. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുമ്പടി ചേർക്കാനുള്ളതാണ്. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉമായിട്ട് ചേരുന്നത് നമ്മൾ ചേരുമ്പടി ചേർക്കുക. ലിസ്റ്റ് 1ല് തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ, സർവാധികാരിക്കാർ, ഉണ്ണുനീലി സന്ദേശം യാത്ര വിവരിക്കുന്നു, തുഫത്തുൽ മുജാഹിദീൻ സമർപ്പിക്കുന്നു, കിഴക്കൻ പോർച്ചുഗലിന്റെ ആദ്യ വൈസ്രോയി എന്നിവ നൽകിയിരിക്കുന്നു. ലിസ്റ്റ് 2ല് രാജാ കേശവദാസ്, ഫ്രാൻസിസ്കോ അൽമേഡ, അലി ആദിൽ ഷാ, യൂസ്റ്റാച്ചിയസ് ഡി ലാനോയ്, ആദിത്യവർമ്മൻ എന്നീ കാര്യങ്ങളാണ് ലിസ്റ്റ് 2ല് നൽകിയിരിക്കുന്നത്. നമുക്ക് മാച്ച് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം തിരുവിതാംകൂറിൽ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി ആണ് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് 1 എന്ന് പറയുന്നത് 4ഉമായിട്ട് നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ അല്ലേ? ബി എന്ന് പറയുന്നത് സർവാധികാരിക്കാർ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാ കേശവദാസ് ആണ്. സർവാധികാരിക്കാർ രാജാ കേശവദാസ് അല്ലെ. പിന്നീട് എന്താ? ഉണ്ണുനീലി സന്ദേശം യാത്ര വിവരിക്കുന്നു എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആദിത്യവർമ്മനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉണ്ണുനീലി സന്ദേശം യാത്ര വിവരിക്കുന്നു ആദിത്യവർമ്മൻ. ഓക്കെ അല്ലെ? അടുത്തത് തുഫത്തുൽ മുജാഹിദീൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അലി ആദിൽ ഷായുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തുഫത്തുൽ മുജാഹിദീൻ സമർപ്പിക്കുന്നു അലി ആദിൽ ഷായുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലാസ്റ്റ്, കിഴക്കൻ പോർച്ചുഗലിന്റെ ആദ്യ വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? ഫ്രാൻസിസ്കോ അൽമേഡയാണ്. കിഴക്കൻ പോർച്ചുഗലിന്റെ ആദ്യ വൈസ്രോയി ഫ്രാൻസിസ്കോ അൽമേഡ. അപ്പൊ ഇതെല്ലാം മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 8. എട്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത്? റഷ്യയെയും വടക്കേ അമേരിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? റഷ്യയും വടക്കേ അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ബെറിങ് കടലിടുക്കാണ്. ഏതാണ്? ബെറിങ് കടലിടുക്ക്. 9. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഗുട്ടൻബർഗ് തുടർച്ചയില്ലാത്തത് എന്നത് താഴത്തെ മാൻഡിലിനും പുറം കാമ്പിനും ഇടയിലുള്ള അതിർത്തിയാണ് എന്ന് എ പറയുന്നു. 2. കോൺറാഡ് നിർത്തലാക്കലിൽ നിന്നാണ് മാൻഡിൽ ആരംഭിക്കുന്നത് എന്ന് പറയുന്നു. 3. റെപ്പിറ്റി നിർത്തലാക്കൽ എന്നത് മുകളിലും താഴെയുമുള്ള മാൻഡിലുകൾക്കിടയിലുള്ള സംക്രമണ മേഖലയാണ് എന്ന് പറയുന്നു. 4. മോഹറോവിസിക് നിർത്തലാക്കൽ എന്നത് മുകളിലും താഴെയുമുള്ള പുറംതോടിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇതില് തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക, തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഗുട്ടൻബർഗ് തുടർച്ചയില്ലാത്തത് എന്നത് താഴത്തെ മാൻഡിലിനും പുറം കാമ്പിനും ഇടയിലുള്ള അതിർത്തിയാണ് എന്നുള്ളത് നമുക്ക് ശരിയായിട്ട് പറയാം. കോൺറാഡ് നിർത്തലാക്കലിൽ നിന്നാണ് മാൻഡിൽ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? അത് തെറ്റുത്തരമാണ്. റെപ്പിറ്റി നിർത്തലാക്കൽ എന്നത് മുകളിലും താഴെയുമുള്ള മാൻഡിലുകൾക്കിടയിലുള്ള സംക്രമണ മേഖലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? ശരിയാണ്. പിന്നെ മോഹറോവിസിക് നിർത്തലാക്കൽ എന്നത് മുകളിലും താഴെയുമുള്ള പുറംതോടിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു. അതെന്താണ്? തെറ്റാണ്. അപ്പോൾ എന്താണ് തെറ്റായിട്ട് ഉള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ 2ഉം ഏതാണ്? ഓപ്ഷൻ 4ഉമാണ്. 2ഉം 4ഉം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 2ഉം 4ഉം. അടുത്ത ചോദ്യം 10. താഴെ പറയുന്ന അക്ഷാംശങ്ങളിൽ ഏതാണ് കുതിര അക്ഷാംശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്? കുതിര അക്ഷാംശങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂമധ്യരേഖയ്ക്ക് 25-30 ഡിഗ്രി വടക്കും തെക്കും ഉള്ളതാണ് ഏത്? കുതിര അക്ഷാംശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കുതിര അക്ഷാംശങ്ങൾ ഭൂമധ്യരേഖയ്ക്ക് 25 മുതൽ 30 ഡിഗ്രി വടക്കും തെക്കും ഉള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 11. 11ാമത്തെ ചോദ്യം എന്താണ്? മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1ലെ ധാതു ഊർജ സ്രോതസ്സിനെ ലിസ്റ്റ് 2ലെ അതിന്റെ ഉൽപാദന മേഖല അല്ലെങ്കിൽ ഖനിയുമായി പൊരുത്തപ്പെടുത്തുക. ലിസ്റ്റ് 1ല് പെട്രോളിയം, ബോക്സൈറ്റ്, കൽക്കരി, ഗോൾഡ് എന്നിവ നൽകിയിരിക്കുന്നു. ലിസ്റ്റ് 2ല് കോരാപ്പുട്ട്,
ഹുട്ടി, മുംബൈ ഹൈ, ജാരിയ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. പെട്രോളിയം എന്ന് പറയുന്നത് ഏതാണ്? പെട്രോളിയം എന്ന് പറയുന്നത് ഏതുമായിട്ട് മാച്ച് ചെയ്യുന്നു? മുംബൈ ഹൈയുമായിട്ട് പെട്രോളിയം നമുക്ക് മാച്ച് ചെയ്യാം. ബോക്സൈറ്റ് എന്ന് പറയുന്നത് കോരാപ്പുട്ടുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. ബോക്സൈറ്റ് എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്നത് കൽക്കരി എന്ന് പറയുന്നത് ജാരിയയുമായിട്ട് ബന്ധപ്പെടുത്തും. നമുക്ക് കൽക്കരി, ജാരിയ ഖനിയാണ്. 4 ഗോൾഡ് എന്ന് പറയുന്നത് ഏതാണ്? ഹുട്ടിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. ഗോൾഡൻ ഹുട്ടിയുമായിട്ട് ബന്ധപ്പെടുത്താം. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 12 താഴെ പറയുന്നവയിൽ ഏത് നഗരത്തെയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പദ്ധതി ബന്ധിപ്പിക്കാത്തത് ഏതൊക്കെയാണ്? ബന്ധിപ്പിക്കുന്നത് ഡൽഹി, മുംബൈ, ചെന്നൈ. അപ്പോൾ ബന്ധിപ്പിക്കാത്തത് ഏതാണ്? ഹൈദരാബാദ് ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ ബന്ധിപ്പിക്കാത്തത് ഹൈദരാബാദിനെയാണ്. 13 ICAR-ന് കീഴിലുള്ള താഴെ പറയുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിൽ ഏതാണ് തെറ്റായ ജോഡി എന്ന് പറയുക. 1 സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡാണ്. ശരിയാണല്ലോ. അതെ. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലെ. സി പറയുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എന്ന് പറയുന്നത് ഇടുക്കി എന്ന് നൽകിയിരിക്കുന്നു. അതെന്താണ്? അത് തെറ്റാണ്, കോഴിക്കോട്. ഡി എന്ന് പറയുന്നത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കൊച്ചി എന്ന് നൽകിയിരിക്കുന്നു. ശരിയാണ്. അപ്പോൾ തെറ്റായത് എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. 14 കേരളത്തിൽ നിന്നുള്ള ഏത് കരകൗശല വസ്തുവിനാണ് അടുത്തിടെ GI ടാഗ് ലഭിച്ചത്? ഇത് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി ഉൽപ്പന്നമാണ് എന്ന് പറയുന്നു. ഉത്തരം കണ്ണാടിപ്പായ. ഏതാണ്? കണ്ണാടിപ്പായക്കാണ് കേരളത്തിൽ നിന്നുള്ള കരകൗശല വസ്തുവിന് GI ടാഗ് ലഭിച്ചത്. ഏതാണ്? കണ്ണാടിപ്പായ. ഓക്കെ അല്ലേ? 15ാമത്തെ ചോദ്യം. ആഗോളവൽക്കരണത്തെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിന്റെയും തൊഴിലാളികളുടെയും അനിയന്ത്രിതമായ അതിർത്തി കടന്നുള്ള നീക്കം എന്ന് നിർവചിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? അന്താരാഷ്ട്ര സംഘടന ലോക വ്യാപാര സംഘടന. 16 താഴെ പറയുന്നവയിൽ ഏത് പേരാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത് പേരാണെന്ന് കണ്ടെത്തുക. നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമുള്ളതാണ്. സി സുബ്രഹ്മണ്യം ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമുള്ളതാണ്. MS സ്വാമിനാഥൻ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമുള്ളതാണ്. എന്നാൽ ബിമൽ ജലാൻ എന്ന് പറയുന്നത് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്ത പേരാണ്. ബിമൽ ജലാൻ. 17 പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? കർഷകർക്ക് താങ്ങാനാവുന്ന വിള ഇൻഷുറൻസും റിസ്ക് കവറേജും ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ പ്രാഥമിക ലക്ഷ്യം. 18 ഇന്ത്യയിൽ താഴെ പറയുന്ന ഉൽപ്പന്നങ്ങളിൽ ഏതാണ് GST-യിൽ നിന്ന് ഒഴിവാക്കാത്തത് ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പുതിയ പഴങ്ങളും പച്ചക്കറികളും എന്ന് നൽകിയിരിക്കുന്നു. തേൻ നൽകിയിരിക്കുന്നു. പത്രങ്ങൾ നൽകിയിരിക്കുന്നു. പായ്ക്ക് ചെയ്ത ബിസ്ക്കറ്റുകൾ നൽകിയിരിക്കുന്നു. ഈ നൽകിയിരിക്കുന്നതിൽ ഏതാണ് GST-യിൽ നിന്ന് ഒഴിവാക്കാത്തത് എന്ന് പറഞ്ഞാൽ പായ്ക്ക് ചെയ്ത ബിസ്ക്കറ്റുകളാണ് GST-യിൽ നിന്നും ഒഴിവാക്കാത്തത്. അടുത്ത ചോദ്യം 19 ഹെഡ്ജിങ്, ഊഹക്കച്ചവടം അല്ലെങ്കിൽ മധ്യസ്ഥത എന്നിവയ്ക്കായി താഴെ പറയുന്ന സാമ്പത്തിക ഉപകരണങ്ങളിൽ ഏതാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? കൂടാതെ അതിന്റെ മൂല്യം അടിസ്ഥാന ആസ്തിയിൽ നിന്നോ സൂചികയിൽ നിന്നോ ലഭിക്കുന്നു എന്ന് പറയുന്നു. ഓപ്ഷൻസ് റീപർച്ചേസ് കരാർ, ട്രഷറി ബില്ലുകൾ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, 4 ഡെറിവേറ്റീവുകൾ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഡെറിവേറ്റീവുകളാണ്. ഏതാണ്? ഹെഡ്ജിങ്, ഊഹക്കച്ചവടം അല്ലെങ്കിൽ മധ്യസ്ഥത എന്നിവയ്ക്കായി താഴെ പറയുന്ന സാമ്പത്തിക ഉപകരണങ്ങളിൽ ഏതാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ഡെറിവേറ്റീവുകളാണ് ഉപയോഗിക്കുന്നത്. 20 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന 3 സംസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന ക്രമങ്ങളിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം എന്താണ്? കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നതിൽ കർണാടകം, കേരളം, തമിഴ്നാട് എന്നിവയാണ് ശരിയായ ക്രമം എന്ന് പറയുന്നത്. കർണാടകം, കേരളം, തമിഴ്നാട്.
21. ഇന്ത്യ മുൻനിര ഉൽപാദകരിൽ ഒന്നാമതും സ്റ്റീൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ്. ഇന്ത്യ മുൻനിര ഉൽപാദകരിൽ ഒന്നാമതും സ്റ്റീൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു തരം ധാതുവാണ് ഏത്? മാംഗനീസ്. ഏതാണ്? മാംഗനീസ്. ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നത് മാംഗനീസ്, നിക്കല്, ചെമ്പ്, കൊബാൾട്ട്. അതിൽ ഉത്തരം ഏതാണ്? മാംഗനീസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 22. വികസ്വര രാജ്യത്തിലെ ഒരു കുട്ടിക്ക് കടുത്ത സിറോഫ്താൽമിയ അല്ലെങ്കിൽ വരണ്ട കണ്ണുകൾ അനുഭവപ്പെടുകയും ശ്വസന അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരു ഭക്ഷണ വിശകലനം ഏറ്റവും സാധ്യതയുള്ള കാര്യം ഇവയുടെ ദീർഘകാല അഭാവം വെളിപ്പെടുത്തും. എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? മഞ്ഞയും ഓറഞ്ചും നിറമുള്ള പച്ചക്കറികളും പഴങ്ങളും എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. മഞ്ഞയും ഓറഞ്ചും നിറമുള്ള പച്ചക്കറികളും പഴങ്ങളും. 23. താഴെ പറയുന്ന 4 പൊതു ആരോഗ്യ മെട്രിക്സുകളിൽ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസിന്റെ ഏറ്റവും മികച്ച സൂചകം ഏതാണ്? താഴെ പറയുന്ന 4 പൊതു ആരോഗ്യ മെട്രിക്സുകളിൽ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസിന്റെ ഏറ്റവും മികച്ച സൂചകം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നത് റെസ്റ്റിംഗ് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, VO2 പരമാവധി ഓക്സിജൻ ആഗിരണം എന്ന് നൽകിയിരിക്കുന്നു. ഡി നൽകിയിരിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളതാണ്. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് VO2 പരമാവധി അല്ലെങ്കിൽ പരമാവധി ഓക്സിജൻ ആഗിരണം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. 24. മെർക്കുറി കൊണ്ട് മലിനമായ ഒരു ജല ആവാസ വ്യവസ്ഥയിൽ താഴെ പറയുന്നവയിൽ ഏത് ജീവിയിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് നോക്കാം. ഓപ്ഷൻസ്: ഫൈറോ പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ ആൽഗകൾ, ബി സൂപ്ലാങ്ക്ടൺ അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ, സി സൂപ്ലാങ്ക്ടൺ ഭക്ഷിക്കുന്ന ചെറിയ മത്സ്യം എന്ന് നൽകിയിരിക്കുന്നു, ഡി മത്സ്യത്തെ ഭക്ഷിക്കുന്ന ഒരു വലിയ ഇരപിടിയൻ പക്ഷി എന്ന് നൽകിയിരിക്കുന്നു. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് മത്സ്യത്തെ ഭക്ഷിക്കുന്ന ഒരു വലിയ ഇരപിടിയൻ പക്ഷി എന്നുള്ളതാണ് എന്താണ് ഉത്തരമായിട്ട് വരുന്നത്. 25. പാസ്ചറൈസേഷൻ പ്രക്രിയ മൂലം പാൽ സുരക്ഷിതമായി കുടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ്? പോഷക മൂല്യത്തിൽ കാര്യമായ മാറ്റം വരുത്താതെ രോഗകാരിയായ അല്ലെങ്കിൽ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ കൊല്ലാനും കേടാകുന്ന സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറയ്ക്കാനും ഇതിൽ ഉയർന്ന ചൂട് ഉപയോഗിക്കുന്നു. പാസ്ചറൈസേഷൻ. അതുകൊണ്ടാണ് സുരക്ഷിതമായി പാല് കുടിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 26ാമത്തെ ചോദ്യം. ഒരു പരിസ്ഥിതി ഏജൻസി ഒരു മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ താഴെയുള്ള നദിയിൽ നിന്നുള്ള ജലസാമ്പിൾ പരിശോധിച്ചപ്പോൾ അതിൽ വളരെ ഉയർന്ന ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ BOD ഉണ്ടെന്ന് കണ്ടെത്തി. ഈ ഫലം സൂചിപ്പിക്കുന്നത് എന്താണ്? BODയുടെ ഫലം സൂചിപ്പിക്കുന്നത് എന്താണ്? വെള്ളത്തിൽ വലിയ അളവിൽ ജൈവ വിസർജ്യ അല്ലെങ്കിൽ ജൈവ മലിനീകരണം അടങ്ങിയിരിക്കാം എന്നുള്ളതാണ് BODയുടെ സൂചിപ്പിക്കുന്നത്. എന്താണ്? വെള്ളത്തിൽ വലിയ അളവിൽ ജൈവ വിസർജ്യ ജൈവ മലിനീകരണം അടങ്ങിയിരിക്കാം എന്നുള്ളതാണ് എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ BOD കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. 27. കേരളത്തിലെ ഒരു വിനോദസഞ്ചാരിക്ക് ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥയോടെ വയറിളക്കം, ഛർദി, കടുത്ത നിർജ്ജലീകരണം എന്നിവ ഉണ്ടാകുന്നു. സ്റ്റൂൾ കൾച്ചർ റൈസ് വാട്ടർ സ്റ്റൂൾ ഒരു 1 ഗ്രാം നെഗറ്റീവ് കോമ ആകൃതിയിലുള്ള ബാക്ടീരിയയ്ക്ക് പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നു. ഏറ്റവും സാധ്യതയുള്ള രോഗനിർണയം കോളറയാണ്. ഉടനടി ജീവൻ രക്ഷിക്കുന്ന ചികിത്സ ഏതാണ്? ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? വെള്ളം, പഞ്ചസാര, ലവണങ്ങൾ എന്നിവയുടെ ലായനി ഉപയോഗിച്ച് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അല്ലെങ്കിൽ ORT ആണ് ഏറ്റവും രോഗനിർണയത്തിന് അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ചികിത്സ. ORT വെള്ളം, പഞ്ചസാര, ലവണങ്ങൾ എന്നിവയുടെ ലായനി ഉപയോഗിച്ച് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അല്ലെങ്കിൽ ORT. അടുത്ത ചോദ്യം. രക്താതി സമ്മർദ്ദം എന്താണ്? രക്താതി സമ്മർദ്ദം എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം രക്താതി സമ്മർദ്ദം ധമനിയുടെ ഭിത്തികളിൽ രക്തസമ്മർദ്ദം സ്ഥിരമായി വളരെ കൂടുതലായിരിക്കുന്ന അവസ്ഥയാണ് എന്ത്? രക്താതി സമ്മർദ്ദം. ധമനിയുടെ ഭിത്തികളിൽ രക്തസമ്മർദ്ദം സ്ഥിരമായി വളരെ കൂടുതലായിരിക്കുന്ന അവസ്ഥയാണ് രക്താതി സമ്മർദ്ദം. ഓക്കെ അല്ലേ? 29ാമത്തെ ചോദ്യം. ഒരു സൈക്കിൾ നിർത്തുമ്പോൾ ഒരു സൈക്കിൾ യാത്രികൻ 5 മീറ്റർ തെന്നി മാറുന്നു. ചലനത്തിന് എതിർവശത്ത് റോഡ് 200 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു എങ്കിൽ ഓപ്ഷൻ എ എന്താ പറയുന്നത്? സൈക്കിളിൽ റോഡ് നടത്തുന്ന വർക്ക് നിർണ്ണയിക്കുക.
ബി റോഡിൽ സൈക്കിൾ എത്ര വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടെത്തുക. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? -100 ജൂൾ, 0 ജൂൾ, -1000 ജൂള്, 0 ജൂൾ എന്നിവയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 30 സ്കൂബ ഡൈവിംഗ് സമയത്ത് ആഴത്തിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തുന്നത് അപകടകരമാകുന്നത് എന്തുകൊണ്ടാണ്? എന്താണ്? സ്കൂബ ഡൈവിംഗ് സമയത്ത് ആഴത്തിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തുന്നത് അപകടകരമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ബാഹ്യമർദ്ദം കുറയുന്നതിനാൽ ശ്വാസകോശത്തിലെ വായുവിന്റെ അളവ് എന്താകുന്നു? വികസിക്കുകയാണ് ചെയ്യുന്നത്. ബാഹ്യമർദ്ദം എക്സ്റ്റേണൽ പ്രഷർ കുറയുന്നതിനാൽ ശ്വാസകോശത്തിലെ വായുവിന്റെ അളവ് എന്ത് ചെയ്യുന്നു? വികസിക്കുന്നതാണ് കാരണം. 31ാമത്തെ ചോദ്യം, ഇസ്രോയുടെ സ്പാഡെക്സ് ദൗത്യത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഇസ്രോയുടെ സ്പാഡെക്സ് ദൗത്യത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ചോദ്യം. ബഹിരാകാശത്ത് കൂടിച്ചേരലിനും ഡോക്കിങ്ങിനുമുള്ള സാങ്കേതിക വിദ്യകൾ സ്പാഡെക്സ് പ്രദർശിപ്പിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നു. ശരി. ദൗത്യത്തിൽ ചേസർ, ടാർഗറ്റ് എന്നിങ്ങനെ 2 ബഹിരാകാശ പേടകങ്ങൾ ഉൾപ്പെടുന്നു. അവ ഒരുമിച്ച് ഡോക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. ശരി. ചന്ദ്രയാൻ 4 പോലുള്ള ഭാവിയിലെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് സ്പാഡെക്സിന്റെ വികസിപ്പിച്ച സാങ്കേതിക വിദ്യ നിർണായകമാകുമെന്ന് പറയുന്നു. ശരി. ചെറുതും ഭാരം കുറഞ്ഞതുമായ ഒന്ന് ഡോക്ക് ചെയ്യാൻ സ്പാഡെക്സ് ഒരു വലുതും ഭാരമേറിയതുമായ ബഹിരാകാശ പേടകം ഉപയോഗിച്ചു എന്ന് പറയുന്നു. അതെന്താണ്? തെറ്റാണ്. അതിൽ ഉത്തരം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടിയിരുന്നത്. 32 ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്ര ഏതിനാണ് കൂടുതൽ ഇന്ധനം ആവശ്യമായിട്ട് ഉള്ളത്? എന്താണ്? ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്ര ഏതിനാണ് കൂടുതൽ ഇന്ധനം ആവശ്യമുള്ളത്? ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്കാണ് കൂടുതൽ ഇന്ധനം ആവശ്യമുള്ളത്. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യമാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒരു ഫാസ്റ്റ് ബോൾ പിടിക്കുമ്പോൾ കൈകൾ താഴ്ത്തുന്നു. ഏത് ന്യൂട്ടന്റെ നിയമമാണ് നേരിട്ട് പ്രയോഗിക്കുന്നത്? ഇത് പരിക്ക് കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇത് 2ാം നിയമമാണ്. 2ാം നിയമപ്രകാരമാണ്. 2ാം നിയമത്തിലാണ് മൊമെന്റം ഒക്കെ വരുന്നത് അല്ലെ? അപ്പൊ 2ാം നിയമപ്രകാരമാണ് ഇത് പറയുന്നത്. സമയം വർദ്ധിപ്പിക്കുക, ബലം എന്ത് ചെയ്യുക? കുറയ്ക്കുക. സമയം വർദ്ധിപ്പിക്കുക, ബലം കുറയ്ക്കുക എന്ന് പറയുന്ന 2ാം നിയമമാണ് ഉപയോഗിക്കുന്നത്. 34 ഒരു അന്തർവാഹിനിക്ക് അതിന്റെ ബാലസ്റ്റ് ടാങ്കുകൾ നിയന്ത്രിക്കുന്നതിലൂടെ വെള്ളത്തിൽ ഉയരുകയോ മുങ്ങുകയോ ചെയ്യാം. ടാങ്കുകളിൽ വെള്ളം നിറയ്ക്കുമ്പോൾ അന്തർവാഹിനി മുങ്ങുകയും ടാങ്കുകളിൽ വായു നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അത് ഉയരുകയും ചെയ്യുന്നു. ഈ കഴിവ് വിശദീകരിക്കുന്ന തത്വം എന്താണ്? തത്വം ഏതാണ്? ആർക്കിമിഡീസ് തത്വം അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വപ്രകാരം പ്ലവക ബലം സ്ഥാനഭ്രംശം സംഭവിച്ച ജലത്തെ എന്ത് ചെയ്യുന്നു? ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആർക്കിമിഡീസ് തത്വപ്രകാരം അന്തർവാഹിനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. 35 താഴെ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ EM തരംഗങ്ങളെ അവയുടെ പ്രയോഗവുമായി പൊരുത്തപ്പെടുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നു. EM തരം പ്രയോഗം എന്നിവ നൽകിയിരിക്കുന്നു. മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ഒന്നാമതില് മൈക്രോവേവ്, റേഡിയോ തരംഗങ്ങൾ, UV രശ്മികൾ, ഗാമ കിരണങ്ങൾ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1 മൈക്രോവേവ് എന്ന് പറയുന്നത് എന്താണ്? വിമാന നാവിഗേഷനിൽ ഉപയോഗിക്കുന്ന റഡാർ സംവിധാനങ്ങൾക്കാണ് മൈക്രോവേവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് 2ഉമായിട്ട് മാച്ച് ചെയ്യുന്നു. 2 റേഡിയോ തരംഗമാണ് നൽകിയിരിക്കുന്നത്. റേഡിയോ തരംഗം എന്ന് പറയുന്നത് പ്രക്ഷേപണത്തിന് വേണ്ടിയിട്ടാണ് റേഡിയോ തരംഗം ഉപയോഗിക്കുന്നത്. 3ാമത് ഏതാണ്? UV രശ്മികൾ എന്ന് പറയുന്നത് എന്താണ്? ജലശുദ്ധീകരണികളിൽ അണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് UV രശ്മികൾ ഉപയോഗിക്കുന്നുണ്ട്. 4 ഗാമ കിരണങ്ങൾ എന്ന് പറയുന്നത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ മരുന്നിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഗാമ കിരണങ്ങൾ. അതിൽ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഇതെല്ലാം മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യമാണ്. 36ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? പായ്ക്ക് ചെയ്ത ഭക്ഷണങ്ങൾക്ക് ആന്റി ഓക്സിഡന്റായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തത്തിന്റെ പേര് നൽകുക. പായ്ക്ക് ചെയ്ത ഭക്ഷണങ്ങൾക്ക് ആന്റി ഓക്സിഡന്റായി ഉപയോഗിക്കുന്ന ഒരു സംയുക്തത്തിന്റെ പേര് നൽകുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സിയാനിയോൾ
ഹൈഡ്രോക്സിയാനിസോൾ എന്നതാണ് ഒരു ആന്റി ഓക്സിഡന്റ്. ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സിയാനിസോൾ. ഓക്കെ. 37. താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാക്കാത്തത്? താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാക്കാത്തത്? അതിൽ നോക്കാം. ലെഡ് ഉണ്ട്, മെർക്കുറി ഉണ്ട്, കാഡ്മിയം ഉണ്ട്, അലുമിനിയം ഉണ്ട്. ഇതിൽ ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാക്കാത്തത് ഏതാണ്? അലുമിനിയമാണ്. ഏതാണ്? അലുമിനിയമാണ്. ഉത്തരം അലുമിനിയം. 38. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. ഏതാണ്? അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, അസറ്റിക് ആസിഡ്. 39. ആദ്യത്തെ ആന്തരിക സംക്രമണ ശ്രേണിയിൽ എത്ര മൂലകങ്ങളുണ്ട്? ആദ്യത്തെ ആന്തരിക സംക്രമണ ശ്രേണിയിൽ എത്ര മൂലകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം 14. ഉത്തരം 14 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 40. 3D ഓർബിറ്റലുകൾ പൂർണ്ണമായും നിറയുമ്പോൾ പുതിയ ഇലക്ട്രോൺ ഡാഷ് ഓർബിറ്റലുകൾ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഉത്തരം 4p ഓർബിറ്റലുകൾ. എന്താണ്? 4pയിലാണ് 3D നിറയുമ്പോൾ 4pയിലോട്ടാണ് പോകുന്നത്. 41. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഓറിയന്റേഷൻ ആണല്ലോ. അപ്പൊ ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ. 42. താഴെ പറയുന്ന ഗുണങ്ങളിൽ ഏതാണ് ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് കുറയുന്നത്? നമുക്കറിയാം താഴെ പറയുന്ന ഗുണങ്ങളിൽ ഏതാണ് പീരിയഡിൽ നിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് കുറയുന്നത്? ഏതാണ്? ആറ്റോമിക് റേഡിയേഷൻ. ഏതാണ്? ആറ്റോമിക് റേഡിയേഷൻ ആണ് പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് കുറയുന്നത്. ആറ്റോമിക് റേഡിയേഷൻ. അടുത്ത ചോദ്യം 43ാമത്തെ ചോദ്യമാണ്. നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയതാരാണ്? നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയതാരാണ്? ഉറൂബാണ്. ആരാണ്? ഉറൂബ്. 44. അക്കിത എന്ന ആചാരം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടിയാട്ടമുണ്ട്, മുടിയേറ്റുണ്ട്, യക്ഷഗാനമുണ്ട്, പടയണിയുണ്ട്. അക്കിത എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അക്കിത എന്ന ആചാരം. അക്കിത. ഓക്കെ അല്ലേ? 45. ചെറായിൽ ഡാഷിലാണ് അല്ലെങ്കിൽ എന്നാണ് സഹോദരൻ അയ്യപ്പൻ ആദ്യമായി മിശ്രഭോജനം സംഘടിപ്പിച്ചത് എന്ന് ചോദിച്ചിരിക്കുന്നു. ചെറായില് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത് 1917ലാണ്. 1917ലാണ് മിശ്രഭോജനം ചെറായിൽ സംഘടിപ്പിക്കുന്നത്. 46ാമത്തെ ചോദ്യം. ഡാഷ് എന്തിന്റെ ഭാഗമാണ് പൊരുളധികാരം? എന്തിന്റെ ഭാഗമാണ് പൊരുളധികാരം എന്ന് ചോദിച്ചിരിക്കുന്നു. പുറനാനൂറ്, തോൽക്കാപ്പിയം, അകത്തിയം, തിരുക്കുറൾ എന്നിവയാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്. ഉത്തരം തോൽക്കാപ്പിയം. തോൽക്കാപ്പിയത്തിന്റെ ഭാഗമാണ് പൊരുളധികാരം. ഓക്കെ. അടുത്ത ചോദ്യം 47. ഡാഷ് നദിയുടെ പുരാതന നാമമാണ് ബാരിസ്. ബാരിസ് എന്ന് പറയുന്നത് ഏത് നദിയുടെ പുരാതന നാമമാണ്? പമ്പയുടെ പുരാതന നാമമാണ് ബാരിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നു അല്ലെ? 48. കുമാരനാശാൻ എഴുതിയത് എന്തിന് ഭാരതരെ കരയുന്നു? എന്തിന് ഭാരതരെ കരയുന്നു? പാരതന്ത്ര്യം വിധികൽപ്പിതമാണ് തായെ. ഏതിലെ വരികളാണ്? കുമാരനാശാന്റെ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്നതിലെ വരികളാണ് എന്തിന് ഭാരതരെ കരയുന്നു? പാരതന്ത്ര്യം വിധികൽപ്പിതമാണ് തായെ എന്നത് കുമാരനാശാന്റെ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്നതിലെ വരികളാണ്. 49ാമത്തെ ചോദ്യം. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ഏതാണ്? ഉത്തരം സൈനബയാണ്. ഏതാണ്? സൈനബയാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം. സൈനബ. 50ാമത്തെ ചോദ്യം. ആദ്യത്തെ മലയാളം ചെറുകഥ വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത് ഏതിലാണ്? വിദ്യാവിനോദിനിയിലാണ് ആദ്യത്തെ മലയാളം ചെറുകഥ വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത്. വിദ്യാവിനോദിനി. അടുത്ത ചോദ്യം 51ാമത്തെ ചോദ്യമാണ്. 2025 ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിനോട് കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 1. 10,000 മീറ്റർ ഓട്ടത്തിൽ സാവൻ ബർവാൾ സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. നീന്തൽ ഥിനിധി ദേശിംഗു സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ശരിയാണ്.
വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മെഹക് ശർമ്മ സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. അപ്പോൾ ശരിയായത് മൂന്നും ശരിയായത് കൊണ്ട് നമുക്ക് ഏത് എഴുതാൻ? മേൽ പറഞ്ഞവയെല്ലാം 1, 2, 3 എന്താണ് ശരി ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 52. താഴെ പറയുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്ത്യയിലെ ദേശീയ തലത്തിലുള്ള കായിക സംഘടനകളെ തിരഞ്ഞെടുത്തെഴുതുക. നമുക്ക് നോക്കാം. എന്താണ് ഇന്ത്യയിലെ ദേശീയ തലത്തിലുള്ള നോക്കാം. PCI IOA എന്നുള്ളത് ശരിയാണ്. IOA IPC എന്ന് പറഞ്ഞിരിക്കുന്നു തെറ്റ് അല്ലെ. IPC IOC എന്ന് പറഞ്ഞിരിക്കുന്നു തെറ്റ്. PCI IOC എന്ന് പറഞ്ഞിരിക്കുന്നു തെറ്റ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും PCI ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 53. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി പ്രതിനിധീകരിച്ചിരിക്കുന്നത്? നമുക്കറിയാം പാരീസ് ഒളിമ്പിക്സിൽ 0 സ്വർണം 1 വെള്ളി 5 വെങ്കലമാണ് ഇന്ത്യ നേടിയത്. അപ്പൊ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സ്വർണം 0, 1 വെള്ളി 5 വെങ്കലം. ഓക്കെ അല്ലേ. 54. ഇവയിൽ ഏതാണ് ഏറ്റവും വേഗതയേറിയ മെമ്മറി ടൈപ്പ്? വേഗതയേറിയ മെമ്മറി ടൈപ്പ് എന്ന് നോക്കാം. ക്യാഷെ ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, USB ഉണ്ട്, റാം ഉണ്ട്. ഇതിൽ ഏറ്റവും വേഗതയേറിയ മെമ്മറി ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ക്യാഷെയാണ് ഏറ്റവും വേഗതയേറിയത്. 55. ചോദ്യം. വലിയ ഡാറ്റാ സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? MS Word, MS Paint, MS Access, VLC മീഡിയ പ്ലെയർ. എന്താണ് വലിയ ഡാറ്റാ സെറ്റുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഏതാണ്? MS Access ആണ് ഉപയോഗിക്കുന്നത്. 56. ഒരു വേരിയബിളിന് ഒരു മൂല്യം നൽകുന്ന പ്രവൃത്തി ഏതാണ്? നമുക്ക് നോക്കാം. സ്റ്റോർ നിർദ്ദേശമാണ്. ഒരു വേരിയബിളിന് ഒരു മൂല്യം നൽകുന്ന പ്രവൃത്തി സ്റ്റോർ നിർദ്ദേശം. 57. ഒരു ലാനിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുകയും മാക് വിലാസങ്ങളെ അടിസ്ഥാനമാക്കി ട്രാഫിക് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻസ് സ്വിച്ച്, റൂട്ടർ, ഹബ്ബ്, ബ്രിഡ്ജ്. ഉത്തരം ഏതാണ്? സ്വിച്ച് ആണ്. ഒരു ലാനിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുകയും മാക് വിലാസങ്ങളെ അടിസ്ഥാനമാക്കി ട്രാഫിക് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? സ്വിച്ച് ആണ്. 58. പാക്കറ്റ് സ്വിച്ചിങ് നടത്തുകയും ഡാറ്റയ്ക്കുള്ള ഒപ്റ്റിമൽ പാത്ത് നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്. ഉത്തരം ഏതാണ്? റൂട്ടർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം 59. HTML എ ടാഗ് എന്താണ് നിർവചിച്ചിരിക്കുന്നത്? എ ടാഗ് എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്കുകൾക്കുള്ള ഒരു ആങ്കർ. ഒരു ആങ്കർ ആണ് HTML എ എന്ന് പറയുന്ന ടാഗ് എന്ത് ചെയ്യുന്നത്? നിർവചിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ. മലയാളം ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ശരിയായ പദങ്ങൾ മാത്രം കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്രിമം, നായകി, നിഷ്ഠ, അടിമത്തം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പദങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 കൃത്രിമം എന്ന് നൽകിയിരിക്കുന്നു, ശരിയാണ്. നായകി തെറ്റാണ്, നിഷ്ഠ തെറ്റാണ്, അടിമത്തം ശരിയാണ്. അപ്പോൾ 1, 4 ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ശരിയായിട്ടുള്ളവ 1, 4 കൃത്രിമം, അടിമത്തം. 89 അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യമാണ് ശരിയായ വാക്യം കണ്ടെത്തുക. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തെറ്റ്. ഹാർദവം എന്നില്ല, ഹാർദം എന്ന് നമ്മൾ പറയാറുള്ളൂ. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശരിയാണ്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. തെറ്റ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തു. തെറ്റ്. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് പറയുന്നത്. 90. കുട്ടിച്ചോറാക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കുട്ടിച്ചോറാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നശിപ്പിക്കുകയാണല്ലോ കുട്ടിച്ചോറാക്കുക. 91. ഉന്നതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉന്നതം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം. ഉന്നതം എന്ന് പറയുന്നതിന് വിപരീത പദം ഏതാണ്? നദമാണ് ഉന്നതത്തിന്റെ വിപരീതം. 92. ഈച്ച പര്യായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഈച്ചയുടെ പര്യായ പദം മക്ഷിക നൽകിയിരിക്കുന്നു. സല്ലകി, പക്ഷം, ശതം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഈച്ചയുടെ പര്യായ പദം ഏതാണ്? മക്ഷികയാണ് ഈച്ചയുടെ പര്യായ പദം. 93. അവൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? അവൻ എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരുന്നത്? A+N ആണല്ലോ അവൻ. A+N ആണ് അവൻ പിരിച്ചെഴുതുമ്പോൾ.
94 നാലഞ്ച് എന്ന പദത്തെ ഘടക പദങ്ങളാക്കുക. നാലഞ്ച് എന്ന് പറയുന്ന പദത്തെ ഘടക പദങ്ങളാക്കിയാൽ എങ്ങനെ വരും? നാലോ അഞ്ചോ ആണ് നാലഞ്ചിനെ ഘടക പദങ്ങളാക്കിയാൽ വരുന്നത്. അടുത്തത് 95. താഴെ തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ വനിതകൾ അല്ല, വൈദ്യർ പൂജക ബഹുവചനം, ശാസ്ത്രികൾ അല്ല, ജനങ്ങളാണ് എന്ത് ലിംഗം പറയാൻ നമുക്ക് പറ്റാത്തത്. അപ്പൊ അത് അലിംഗ ബഹുവചനം ഏതാണ്? ജനങ്ങളാണ്. 96. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏതാ? സ്ത്രീലിംഗത്തിന് ഉദാഹരണം നമുക്ക് നോക്കാം. സ്ത്രീലിംഗമാണ് അല്ലെ. വിലാസി, യോധ്രി, വിനോദി, സിംഹം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഏതാണ് സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏതാണ്? യോധ്രിയാണ് ഉദാഹരണമായിട്ട് വരുന്നത്. യോധ്രി. 97. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? ഭുഭുക്ഷുവാണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ. 98. ഫൂൾ ഗ്രോ വിത്തൗട്ട് വാട്ടറിംഗ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എങ്ങനെയാ വരുന്നത്? ഫൂൾ ഗ്രോ വിത്തൗട്ട് വാട്ടറിംഗ് എന്ന് പറയുന്നത് എന്താണ്? വഷളന് വളരാൻ വെള്ളം വേണ്ട എന്നുള്ളതാണ്. 99ാമത്തെ ചോദ്യം. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ആവശ്യപ്പെട്ടാലേ ലഭിക്കേണ്ടത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. 100. പ്രാസാദം എന്നതിന്റെ സമാന പദം ഏതാണ്? ഓപ്ഷൻസ് എ പ്രസാദം, മുഖ്യമായ, മാളിക, സന്തോഷം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. പ്രാസാദം എന്നതിന്റെ സമാന പദം ഏതാണ്? മാളികയാണ് ഉത്തരമായിട്ട് വരുന്നത്. മാളികയാണ് പ്രാസാദത്തിന്റെ സമാന പദം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഒരു 13 ചോദ്യങ്ങളായിരുന്നു മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ പേപ്പർ 1 GK ചോദ്യങ്ങളും മലയാളം ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് കാണാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരിലോട്ട് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.